നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഒറ്റയടിക്ക് പവന് 2840 രൂപ കൂടി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം. ഇന്ന് ഒറ്റയടിക്ക് പവന് കൂടിയത് 2840 രൂപയാണ്. ഇതോടെ പവന് 97,360 രൂപയായി. ഗ്രാമിന് 355 രൂപ കൂടി 12,170 രൂപയായി. ഈ മാസം 17 ദിവസത്തിൽ ഒരു പവന് കൂടിയത് 10,360 രൂപയാണ്. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം. ആലുവയിൽ വിദ്യാർത്ഥിയെ കാണുവാനില്ല. ആലുവ ചെങ്ങമനാട് ദേശം സ്വദേശിയായ 14 വയസ്സുകാരനെ കാണാനില്ല. വിദ്യാധിരാജ വിദ്യാഭവനിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീദേവ് PS നെയാണ് കാണാതായത്. ഇന്നലെ രാത്രി കത്തെഴുതി വെച്ച വീട് വിടുകയായിരുന്നു. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 980000000199 എന്ന നമ്പറിലോ അറിയിക്കുക. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. അധ്യാപകരുടെയും സഹപാഠികളുടെയും മൊഴിയെടുക്കും. പാലക്കാട് HSS കണ്ണാടിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. കൂടാതെ സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടിയുടെ രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കും. കുഴൽമന്ദം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ അന്വേഷണ വിധേയമായി നടപടികൾ കൈക്കൊള്ളുവാൻ സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സ്വകാര്യ കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. അത്താണിയിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്നും 5 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. തൃശൂർ സ്വദേശികളായ ടോവിൻ വിൽസൺ, റമീസ് മജീദ്, സഞ്ജീവ് ഗോപാലകൃഷ്ണൻ എന്നിവരാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ജൂൺ മാസമാണ് അത്താണി മിണാലൂരിൽ പൂട്ടിയിട്ടിരുന്ന കൊലോത്ത് സ്കോഫോൾഡിംഗ്സ് എന്ന സ്ഥാപനത്തിൽ കവർച്ച നടക്കുന്നത്. പൂട്ടുപൊളിച്ച സ്ഥാപനത്തിന് അകത്ത് കടന്ന മോഷ്ടാക്കൾ 5 ലക്ഷം രൂപയോളം വില വരുന്ന മെഷീനുകളും അനുബന്ധ പാർട്സുകളും ഡൈകളും ഇരുമ്പ് മെറ്റീരിയലുകളും കവർന്നു. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ മോഷ്ടിച്ച സാധനങ്ങളുമായി അതിവിദഗ്ധമായി കവർച്ചാ സംഘം രക്ഷപ്പെട്ടു. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ വൈകിട്ട് പുനഃസ്ഥാപിക്കും. വൈകിട്ട് 5-നാണ് തുറക്കുക. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ വൈകിട്ട് 4-ന് പുനഃസ്ഥാപിക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികളാണ് പുനഃസ്ഥാപിക്കുന്നത്. ഹൈക്കോടതി അനുമതിയോടെയാണ് നടപടി. ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നാളെ സന്നിധാനത്ത് നടക്കും.